KPCC പ്രസിഡന്റ് VD സതീശൻ അദ്ദേഹം സൂപ്പർ പ്രസിഡന്റ് ചമയുന്നു, സമാന്തരമായി ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം പോകുന്നു എന്നൊക്കെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ KPCC യോഗത്തിലുണ്ടായിട്ടുള്ളത്. അതായത് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് അറിയാതെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ജില്ലാ ഭാരവാഹികളെ മാറ്റുന്ന ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹം സമാന്തരമായി പ്രവർത്തിക്കുന്നു, അപക്വമായ ഒരു നിലപാടാണ് പലപ്പോഴും അദ്ദേഹം എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനമാണ് ഉള്ളത്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ കലാപത്തിന് ഒരു കുറവുമില്ല. അല്ല, കോൺഗ്രസിലിപ്പോൾ മൊത്തം ഒരു അനിശ്ചിതത്വം പല കാര്യങ്ങളും ഉണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിജയം ഒരു ശീലമായി മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ ജയിക്കുന്നു, നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു, ലോക്സഭ ഇലക്ഷൻ ജയിക്കുന്നു. എന്നാൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ നേരിട്ട് ഇടപെടുന്നതാണ് പഞ്ചായത്ത് ഇലക്ഷൻസ്. പഞ്ചായത്ത് ബൈ ഇലക്ഷനിൽ CPM ഇപ്പോഴും മുൻകൈ. ഇപ്പോൾ ഇന്നൊരു ഇലക്ഷൻ നെടുമങ്ങാട് ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് അവിടുത്തെ ഒരു ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ്. അപ്പോൾ ആ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ആളുകളുടെ മനസ്സിന് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അടുത്ത ദിവസം വരുമല്ലോ. അപ്പം കോൺഗ്രസ്സുകാർ പക്ഷേ മനസ്സിലാക്കി വെച്ചാൽ ഇപ്പോൾ അവരുടെ ഒരു തോന്നലെന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. BJP എന്നാലും ഒറ്റയ്ക്ക് അധികാരത്തിൽ എത്താനുള്ള ശേഷിയും കേരളത്തിൽ വന്നില്ല. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകൾ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് അവരിങ്ങനെ ഇലക്ഷൻ വരെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ അനുഭവം അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവർ പരിധി കഴിഞ്ഞ ആഹ്ലാദപ്പെടാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലൊരു ക്യാമ്പ് നടത്തിയിട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രത്തോളം നടക്കുമെന്നറിയില്ല. ഇങ്ങനെ പല ഐഡിയയെ ആദ്യം കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിൻ്റെ നിന്നാണ് മോഡി ഈ ഐഡിയ ഒക്കെ മൊത്തം അടിച്ചു മാറ്റിയെടുത്തത്. രാഹുൽ ഗാന്ധിയാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും നന്നായി ഇങ്ങനെ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഇന്ത്യയുടെ ഇലക്ഷൻ കൊണ്ടുവന്നു. ഇവരെ ആവശ്യമായിരിക്കും BJP നടപ്പിലാക്കി BJP ജയിക്കും. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് അങ്ങനെയാവും, അതെല്ലാം മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇവരെ മുഖയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് പലപ്പോഴും പല കാര്യങ്ങളും. അപ്പോൾ മുരളീധരനെതിരെ എന്തോ ഒരു വിമർശനം അവരുടെ ഈ വയനാട് ക്യാമ്പിലുണ്ടായി എന്ന് ഒരു ന്യൂസ് അവൻ്റെ കൂടെ നിന്നുള്ള ആരോ ചോദ്യം മീഡിയയ്ക്ക് കൊടുത്തു. മുരളി പറയുന്നത് അങ്ങനെ വിമർശനമേ അവിടെ ഉണ്ടായിട്ടില്ല. ഷാനിമോള് പ്രതാപൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് എനിക്കെതിരെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആരോ എടുക്കുന്ന ഒരു കുതന്ത്രമാണ് എന്നാണ് മുരളി പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെ മൊബൈലിനെ ബാധിക്കുന്നതാണ്. അതിനിടയ്ക്കാണ് VD സതീശൻ. VD സതീശൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ ഈ വിന്നിങ് സ്ട്രീക്ക് തുടങ്ങുന്നത് ഈ തൃക്കാക്കര ഇലക്ഷനോട് കൂടിയിട്ടാണ്. അപ്പം അത് VD സതീശനാണ് മുന്നിൽ നിന്ന് നയിച്ചത്. അത് കഴിഞ്ഞ് ചാണ്ടിയമ്മൻ. പക്ഷേ ഈ 2 സീറ്റും മോസ്കോ പോലെയുള്ള കോൺഗ്രസിൻ്റെ സീറ്റുകളാണ്. ഈ പഴയ CPM ഉപയോഗിക്കുക എങ്ങനെയാണോ മോസ്കോ അതുപോലെയുള്ള കോൺഗ്രസ് സീറ്റുകളാണ് ജയിച്ചത്. അല്ലാതെ ആടിക്കളിക്കുന്ന സീറ്റുകളൊന്നും അല്ല ജയിച്ചത്. ഇനിയിപ്പോൾ ഈ ബൈ ഇലക്ഷനിൽ ഈ പറയുന്ന രാധാകൃഷ്ണൻ്റെ സീറ്റ് ജയിച്ചാൽ ഓക്കെ, നമുക്ക് പറയാം അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റെ ഒരു വീറും വീരസ്യം എല്ലാം ആർക്കുണ്ട്? പ്രതാപനുണ്ട്. അല്ല, പ്രതാപനല്ല, സതീശനുണ്ട്. അത് സതീശൻ പല ഘട്ടങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് ഒന്നും മൈൻഡൊന്നും കൊടുക്കാതെ മൂപ്പർ ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. മൂപ്പര് KPCC പ്രസിഡന്റ് കൂടോത്രത്തിൻ്റെ ആളാണ്. മൂപ്പർക്ക് അതിലൊന്നും വിശ്വാസമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ഇമേജ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇനി എങ്ങാനും ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ആര് കഴിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിന് ഓരോരുത്തരും സ്കോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ VD സതീശൻ നല്ലൊരു പാർലമെൻറ്ററിയാണ്. എനിക്കൊന്ന് ഉള്ള ആളുകൾ ഉമ്മൻചാണ്ടി സാർ പോയി, മാണി സാർ പോയി, ഇവരൊക്കെ പോയല്ലോ. നല്ല പാർലമെൻറ്ററിയനെ അത്ര എളുപ്പമല്ല. സതീശൻ നല്ല പാർലമെൻറ്ററിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? താഴെ തട്ടിൽ സംഘടന ശക്തിപ്പെടുത്തുന്ന താഴെ തട്ടത്തിൽ സംഘടനയെ പിടിച്ചെടുക്കാനും പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ സതീശനെക്കാട്ടും കൂടുതൽ സുധാകരനെ തന്നെ ആളുകൾക്ക് വിശ്വാസം. ഉദാഹരണമാണ് ഇപ്പം കൂടോത്തൊക്കെ മാറ്റിയതിന് ശേഷം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, അത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഈ വിമർശനങ്ങളും വിമർശനമല്ലേ ഉള്ളൂ. മറ്റേ മൂപ്പര് ഒരു പത്രസമ്മേളനം നടത്തി മൂപ്പര് പുറത്തിറങ്ങിയ വിവാദമായിരുന്നല്ലോ. അത് ശരിയാണ്. അത് മാറി. കൂടോത്രത്തിൽ ഇത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി കൂടോത്രം ചെയ്താലാണെന്നാണ് അടുത്ത ചോദ്യം. ഇതുവരെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അവർക്ക് അറിയാമായിരിക്കും. ഉണ്ണിത്താൻ ചേട്ടൻ അറിയാമായിരിക്കും. ഞാൻ പറയാലേ കണ്ടിട്ടില്ല, ചോദിക്കായിരുന്നു. ഈ ഒരു പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ അനാരോഗ്യം, സുധാകരൻ്റെ അനാരോഗ്യം മറയാക്കി പ്രതിപക്ഷ നേതാവ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു
എന്ന വികാരമാണ് അല്ല, കോൺഗ്രസ്സുകാരുടെ ഒരു വികാരം ഞാൻ പറഞ്ഞു. അവർക്ക് ഇപ്പോൾ ഒരു രക്ഷകനെ കിട്ടിയാൽ ഗ്രൂപ്പ് വന്ന് അവർ കൂടെ വെക്കും. പക്ഷെ രക്ഷകനായിരിക്കണം. ഇപ്പോൾ ശശി തരൂരിൻ്റെ പേര് പലരും പറയുന്നുണ്ട്. ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടും. അങ്ങനെ ശശി തരൂർ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് പോലും 4 ആളെ കൂടെ നിർത്താൻ പറ്റാത്ത ആളാണ്. ശശി തരൂരിൻ്റെ പിന്നിൽ പോലും അണിയാനൊക്കെ ആളുകൾ ചെയ്യാതെ കോൺഗ്രസ്സുകാർ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണത്തിൽ വന്നേ പറ്റുള്ളൂ. കേന്ദ്രത്തിൽ എന്തെങ്കിലും ആവട്ടെ, കേരളത്തിൽ ഭരണത്തിൽ വന്നേ പറ്റുള്ളൂ എന്ന അവസ്ഥയില്ല. അപ്പോൾ അവിടെ അത് സതീശനാണെങ്കിൽ സതീശൻ അങ്ങനെ ഒരു വാക്കം കിടക്കുന്നുണ്ട്. പക്ഷെ സതീശൻ ഇപ്പോഴും അവരുടെ കോൺഫിഡൻസ് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. പാർലമെന്റിലെ പ്രവർത്തനം കൊണ്ടും ഡയലോഗിയാണ് മാത്രമേ കാര്യം നടക്കുക. താഴെത്തട്ടിൽ പാർട്ടി പിടിക്കണം, താഴെത്തട്ടിൽ പ്രവർത്തകർക്ക് ഒരു കോൺഫിഡൻസ് പകർന്നു കൊടുക്കാൻ പറ്റണം. അത് ആ അർത്ഥത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടെ സതീശനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് വാർത്തകൾ ചോർത്തി കൊടുക്കുന്നത് വി.ഡി. സതീശനാണ്. ഇതിപ്പോൾ സതീശനാണോ കോൺഗ്രസിൽ അതിൽ പുതിയ CPM ചോരുന്നു. ഇത്രയും ശക്തമായ ചോരുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഉന്നത നേതൃത്വം അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ആരോപിക്കുന്നതല്ലേ, എന്ത് തെളിവിൻ്റെ പുറത്താണ്? ഇത് പത്രക്കാരിങ്ങനെ പലതും പറയും. അയാളാണ് തോന്നുന്നത്, ഇയാളാണ് തോന്നുന്നത്, എന്തും പറയാലോ. ഇങ്ങനെ ഒരു ഊഹാപോഹട്ട് ഒരുപാട് ആളുകളെ നശിപ്പിച്ചിട്ടുമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ മാത്രമായിരിക്കില്ല. ഇപ്പോൾ BS-ഉം പിണറായിയും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഗ്രൂപ്പ് പിന്നെ ആശയപരം അങ്ങനെയല്ല CPM ആശയ സംഘടന നടക്കുന്ന സമയത്ത് BS-നെതിരെയുള്ള ന്യൂസ് റെഗുലറായി കിട്ടിക്കൊണ്ടിരുന്നു. അതാരായി ഓർത്തിയത്. അതേസമയം BS-ന്റെ പേരിലുള്ള ആളുകളെ ഓരോരുത്തരായിട്ട് ഗ്രൂപ്പ് നടത്തി പുറത്താക്കുകയും ചെയ്തു. BS-ന്റെ ശരി, അവർ ഉപബോധനം നടത്തിയില്ല. മീഡിയ സിൻഡിക്കേറ്റ് ഉണ്ടാക്കിയിരുന്നു. ഷാജഹാനൊക്കെ തന്നെ ആയിരുന്നു അതിൻ്റെ ആളുകൾ നടത്തിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവർ BS-നെതിരെയുള്ള ന്യൂസ് കൊടുക്കില്ലല്ലോ. അപ്പം ഇതെവിടെ നിന്ന് തോന്നും? അപ്പം എല്ലാവരും സഹകരിച്ച് അങ്ങോട്ടും കൊണ്ട് അത് സതീശൻ മാത്രമേ തോന്നില്ല. മാത്രമല്ല സതീശൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത് കുറച്ചും കൂടി ഒരു എത്തിക്സ് ഉണ്ട് സതീശന്. അഹങ്കാരിയാണ് എന്നൊക്കെ പൊതുവെ തോന്നും. അഹങ്കാരി എന്നുള്ള ഒരു ശരീരഭാഷ ശരീരഭാഷ മൂപ്പരൊക്കെ ഉണ്ട്. കാരണം മൂപ്പര് ഈ പറയുന്നതിന് മാതിരി ഈ പറയുന്ന ഇവർ പലരുടെ സഹായം കൊണ്ട് ഈ പാർട്ടിയിലെ പല ഗ്രൂപ്പുകളുടെ സഹായം കൊണ്ട് വന്ന ആളല്ല. ഗ്രൂപ്പ് ചിലപ്പോൾ മൂപ്പര് കിട്ടേണ്ട വല്ലതും തട്ടി തെറിപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ശരീരഭാഷ ഉണ്ട്. പക്ഷേ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ, സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ താഴെത്തട്ടിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഫീൽ ഇപ്പോൾ അനുയായികൾക്കുണ്ട്. അടിച്ചാൽ തിരിച്ച് അങ്ങനെ ഒരു ഫീലും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. എങ്കിലേ ഇത് കരുണാകരൻ ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഹി വാസ് എ വെരി പവർഫുൾ ലീഡർ, വെരി പവർഫുൾ പാർലമെന്റേറിയൻ ആൻഡ് ഹി വാസ് വെരി പോപ്പുലർ. ഹി വാസ് ഡിപ്പെൻഡബിൾ. അത് വലിയ കാര്യം. അത് എനിക്കറിയില്ല എത്ര ഉണ്ട്. സുധാകരൻ ഡിപ്പെൻഡബിളാ. ആ സുധാകരൻ ഈ കർണാടക പോലെ പദവി കളഞ്ഞ പോലും കൂടെ നോക്കും. ഈ സുധാകരനും സതീശനും തമ്മിൽ അസാരസ്യങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായിട്ട് സതീശൻ വന്നതിന് ശേഷവും ഈ അസാരസ്യങ്ങളൊക്കെ പക്ഷേ അവരിങ്ങനെ അത് പരസ്യമായതുമാണ്. അല്ല, അസാരസ്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമല്ലേ. അതാര് രണ്ടുപേര് വന്നാലും അവർ രണ്ടുപേർക്കും മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിൽ വേറെ ഒരു പദവിയില്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ സത്യത്തിൽ ഈ മുഖ്യമന്ത്രിനെ കണ്ട പവർഫുൾ പോസ്റ്റാണ് പാർട്ടി പ്രസിഡന്റ് എന്നുള്ളത്. പക്ഷെ പാർട്ടി സംഘടനാ സംവിധാനം അവർക്ക് ദുർബലമായതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് വലിയ വിലയില്ലാത്തതുകൊണ്ടാണ്. പണ്ട് പക്ഷേ അങ്ങനല്ല. കണ്ട് രവി ആന്റണിയും തമ്മിൽ മത്സരിച്ചല്ലേ. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ഇപ്പോൾ സുധാകരൻ വന്നതിന് ശേഷം മുരളീധരൻ സുധാകരൻ ഇവർ രണ്ടുപേരും KPCC പ്രസിഡന്റ് ഒരു സംഭവം ഫീൽ ഉണ്ടാക്കിയത്. അപ്പം പക്ഷെ ഇവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം. എന്താവാൻ മുഖ്യമന്ത്രിയായിട്ട് മരിക്കുമ്പോൾ 4 ആചാരപടി കൂടുതൽ കിട്ടും. എനിക്കറിയില്ല എന്തുണ്ടാ. അതിനെക്കാളും നല്ലത് ഈ സംഘടന ആക്കി എന്ന് ആളുകൾ നാളെ സ്മരിക്കുമ്പോഴാണ് നിങ്ങൾ വലിയ ആളാവുന്നത്. അല്ലാതെ നിങ്ങൾ പരസ്പരം കടികൂടി സംഘടന നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ നാട്ടുകാർ നിങ്ങളെ തന്തയ്ക്ക് വിളിക്കാമല്ലോ. അധികാരം, പദവി അല്ല, അതിൻ്റെ കാര്യം ഇവർക്കൊക്കെ എന്താ ചരിത്രത്തിൽ ഒരു മന്ത്രിയായി കിട്ടും. ഒരു എല്ലാ സൗകര്യവും എൻ്റെ കൂടെ കിട്ടും. ബംഗ്ലാവ് കിട്ടും, സ്റ്റാഫ് കിട്ടും, പണ്ടൊക്കെയും കാറ്. ഇപ്പോൾ ഈ മന്ത്രിമാർ ഉപയോഗിക്കാനല്ല അത് ഇവരൊക്കെ വീട്ടിലുണ്ട്. അതുണ്ട്. ആ മാത്യു കോയലാണ്ട് വീട്ടിലൊക്കെ ബെൻസൊക്കെ ഉണ്ടെന്ന് കേട്ടത്. അവൻ കോഴിക്കോട് ഡൽഹിയിൽ ഉപയോഗിച്ച് മാത്യു എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഞങ്ങളൊക്കെ ഒരേ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. ആര്? മാത്യു കോയലാണ്ട്. അന്ന് മാത്യു ഉപയോഗിച്ച് ഇന്ന് ഒരു വൈറ്റ് സാൻട്രോ കാറിലാണ് ഞാൻ മാത്യുവിനെ കണ്ടത് അവിടെ. പക്ഷെ ഇപ്പം ബെൻസൊക്കെ ഉണ്ട്. അല്ല, അതേ പൈസക്കാരാണ് മാത്യു. ഭാര്യ മജിസ്ട്രേറ്റ് ആണ്. MPhil PhD മാത്യു. അത് നല്ലൊരു ടീമായിരുന്നു. മാത്യുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു അച്ചായനാണ് വിവേക്, എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ആളുടെ 1 തരം അച്ചായനാണ്. മറ്റേ ഈ സുഹൈൻ ക്രിസ്ത്യാനിയുള്ള വിശ്വാസം അനുസരിച്ചിട്ട് ആദ്യമായിട്ട് തോമസ് വന്ന് മതം മാറ്റി നിന്ന് കാളിയാർ കുടുംബത്തിലാണ്.
ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയപ്പെടുന്ന ആള്. ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇയാള് വിവേക്. പക്ഷേ മറ്റേത് വിശ്വാസമാണ്. പക്ഷെ ആ അടിയത്തെ ഉള്ള ആളാണ് ലൈഫിൽ. ഞാൻ മാതൃകയാക്കാൻ നോക്കിയിട്ടുള്ള ആളുകളിൽ അപൂർവം ചില ആളുകളുടെ ഒരാളാണ് ഇത്. ഇവർക്കൊന്ന് മാരിടൈം ട്രേഡൊക്കെ ഇവർക്ക് താല്പര്യം. അപ്പോൾ വലിയ പൊസിഷനിലായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കണ്ടില്ല. അക്കൂട്ടത്തിലുള്ള ആയ മാത്യുവിൻ്റെ ഭാര്യ മജിസ്ട്രേറ്റാണ്, നല്ല മിടിക്കുകയാണ്. തിരുവല്ല പക്ഷേ ഇടയ്ക്ക് കണ്ടപ്പോൾ മാത്യു വന്നു തിരുവല്ല മജിസ്ട്രേറ്റാണെന്ന് തോന്നുന്നു. ഇപ്പം എന്താണെന്നറിയില്ല. പിന്നെ മാത്യു MLA ഒക്കെ ആയതിനു ശേഷം പിന്നെ ഞാൻ ഒരു തവണത്തെ കണ്ടുള്ളൂ. പിന്നെ നമ്മുടെ രീതിയിൽ നമ്മളെ പരിചയമുള്ള ആരും MLA മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ വലിയ മൈൻഡൊക്കെ ഇല്ല അന്ന് ഇറങ്ങിയതിന് ശേഷം. കാരണം അതൊന്നും കൊണ്ടല്ല, MLA മന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ചുറ്റും ഒരുപാട് ആളുകൾ കൂടും. അപ്പോൾ പോകുന്നവർക്കെല്ലാം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കും. എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മാത്യു MLA ആയിരുന്നില്ല ഇപ്പോഴും ഞാൻ വേണേൽ മാത്യുവിനെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ വിളിക്കും. അപ്പോൾ എന്തായാലും മാത്യു നല്ല സുഹൃത്താണെന്ന് അറിഞ്ഞാൽ സന്തോഷം. മാത്യു നല്ല സുഹൃത്താണ്. മാത്യു മിടുക്കനാണ്, സൗമ്യനാണ്, മിടുക്കനാണ്. മാത്യുവിനൊരു കൃത്യമായ പ്ലാൻ സ്ട്രാറ്റജി ഒക്കെ ഉള്ള ആളാണ് മാത്യു. പക്ഷേ ഇവരൊക്കെ പ്രശ്നം ഞാൻ കണ്ട ഇതാണ്. താഴെത്തട്ടിൽ പ്രവർത്തകർ ആവേശം കൊള്ളിപ്പിക്കാൻ മാത്രമല്ല ഡിപ്പെൻഡബിൾ ആണെന്നൊരു ഫീൽ ഉണ്ടാക്കും. അങ്ങനെ ഫീൽ ഉണ്ടാക്കിയിട്ടുള്ള 2 നേതാക്കന്മാരാണ് ഇപ്പം എനിക്ക് 3 നേതാക്കന്മാരുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, സുധാകരൻ ആൻഡ് മുരളീധരൻ.